ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ജെയ്സ് വ്ലോഗ് പാറശാലയിലെ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുതിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അവരെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യരുതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഇപ്രാവശ്യം എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പ്രതികരിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടല്ല, കുറച്ചിത്തിരി സങ്കടത്തോടെ തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും പറയുന്നു, അതായത് കുറേ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് വ്ളോഗർകാർ പറയുകയാണ് രേണുസുതിക്ക് ക്യാൻസർ എന്ന്. ചിലവർ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ, 1-2 പേര് ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷേ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പെറ്റ് സ്കാൻ വഴിയാണോ ക്യാൻസർ എന്ന രോഗം തെളിയിക്കുന്നത്? ഈ ഉറപ്പിച്ച് പറഞ്ഞ 1-2 പേരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോസ് വോയിസ് റെക്കോർഡുമായിട്ട് വന്ന ആ കൊച്ചിനോട് എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അതിപ്പോൾ ആരെക്കുറിച്ചാവട്ടെ, നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു കൊണ്ടുവരണേ എന്നാരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ നിങ്ങളിത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ മോശമായി പോയി. ഇങ്ങനെ ഒന്നും ആരെക്കുറിച്ചും പറയരുത്. ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ, രേണുസുതിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അസുഖവും ഇല്ല. ഉള്ള ഒരാളിങ്ങനെ തിരിയില്ല, അവരെ കൊണ്ട് ഇങ്ങനെ തിരിയാൻ പറ്റില്ല. അതാണ് സത്യം. മനസ്സിലായില്ല? അവരെ കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അതും ഏതോ ഒരു ചാനൽ പറയാണ് സെക്കൻഡ് സ്റ്റേജ് ആണെന്ന്. എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ ആരെ കൊണ്ടും എണീറ്റ് വയ്ക്കാൻ പറ്റില്ല, സെക്കൻഡ് സ്റ്റേജിൽ എണീറ്റ് നിന്ന് ഇതുപോലെ ആടിപ്പാടി കളിക്കുമോ? എന്തിനാണ് പറയണത്? നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത്? അവരോട് ശത്രുത വായിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ അവരെക്കുറിച്ച് വീഡിയോസ് ഇട്ടോ എടുത്തോ, അതിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇതിപ്പോൾ ഞാൻ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് വന്നതല്ല. എനിക്ക് ബലമായ സംശയം ഇത് രേണുസുതിയുടെ ആരോ ആണ് ഇത് ചെയ്തതെന്നാണ് എൻ്റെ സംശയം. രേണുസുതി രംഗത്ത് ഇതുവരെ വരാത്തത് കൊണ്ട് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ബയോപ്സി വഴിയാണ് ക്യാൻസർ എന്ന രോഗം തെളിയിക്കുന്നത്. അതും മൂലം ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇത് എത്രമാത്രം സ്പെൻഡ് ആയിട്ടുണ്ട്, അതായത് ശരീരഭാഗങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പെറ്റ് സ്കാൻ എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. പക്ഷേ എന്നാൽ എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ മോൻ 3 വർഷം കൊണ്ട് തിരുവനന്തപുരം RCCയിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം രേണുസുതിക്ക് ക്യാൻസർ എന്ന ആ ഒരു അസുഖം ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണവും അതാണ്. അത് സെക്കൻഡ് സ്റ്റേജ് ആയെന്ന് പറഞ്ഞ ആളോട് എനിക്ക് പറയാനുള്ളതാണ്. ഒരാൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ആ ആൾ എങ്ങനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി? കുറച്ചെങ്കിലും ആലോചിച്ചിട്ട് വേണം മറുപടികൾ പറയാൻ കേട്ടോ. കുറച്ചെങ്കിലും ഇരുന്ന് ആലോചിക്കുക. എല്ലാം പറയണതൊക്കെ ഓക്കെയാണ്, പക്ഷെ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സംഭവം കൊണ്ടുവന്ന ആളോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ആരുടെയെങ്കിലും അനുവാദത്തോടെയാണ് ഇത് ചെയ്തതെങ്കിലും വളരെ മോശമായി പോയി കേട്ടോ. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ ഒരു അസുഖം വേറെ എന്ത് വേണമെങ്കിലും ഇറക്കിക്കോ, പക്ഷേ ഈ ഒരു അസുഖം ഈ രേണുസുതി അറിയുകയാണ് ഇത് ചെയ്തതെങ്കിൽ വളരെ മോശമായി പോയി. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രേണുസുതി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലേ, നാണമുണ്ടോ സ്ത്രീയെ എന്നൊക്കെ ചോദിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ? ഈ ഒരു അസുഖം എന്താണെന്ന് അറിയാമോ രേണുസുതി? ഈ രേണുസുതിയോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്, രേണുസുതിക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഈ ഒരു അസുഖം വരുന്ന സമയത്ത് എണീറ്റിരിക്കാൻ പറ്റത്തില്ല, വേദന കൊണ്ട് ഉള്ളു പെടയും, ഓരോ നിമിഷവും ഉറക്കം വരില്ല. അതുമൂലം ഇൻഫെക്ഷനായി, പനിയായി, ഇതുപോലെ ഇത്രയും യാത്ര ചെയ്യുന്ന ആൾക്ക് എന്തായാലും ഇൻഫെക്ഷനാവും. പനിയായി, എണീറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, കിടരോഗിയായി, ഒരു തുണ്ട് ചോറോ നമുക്ക് ഭക്ഷണമോ കുടിനീര് ഇറക്കാൻ പറ്റാത്ത അളവിനാവും. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് അതിനുള്ള ടേസ്റ്റ് അനുഭവപ്പെടില്ല നാവിൽ.
എന്തിനാണ് ഇങ്ങനെയൊക്കെ? ആ അസുഖത്തിൽ ഇതിൽ കഴിയുന്ന അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്തുമാത്രം വേദനയാവും. കുറച്ചെങ്കിലും ചിന്തിക്കുക, കുറച്ചെങ്കിലും ചിന്തിച്ചിട്ട് വേണം ഇത് പ്രവർത്തിക്കാൻ. പിന്നെ ഇത് വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ തീർത്ത് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം രേണുസുതി എന്ത് വന്നാലും പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് രേണുസുതിയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പ്രതികരിക്കും, അതെനിക്കറിയാം. ഈ വീഡിയോ ഒരു നാക്കിട്ട് കളിക്കുന്ന ഒരു വീഡിയോ വൈറലായി യൂട്യൂബിൽ, സബ്സ്ക്രിപ്ഷനിൽ നിന്ന് വന്നതാണ്, വൈറലായി. അത് എടുത്തു വെച്ച് പ്രതികരിച്ച ആളാണ് രേണുസുതി. എൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് എൻ്റെ ചുണ്ടത്ത് പുണ്ണുകളാണെന്ന്. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. കീമോതെറാപ്പി, അതായത് ക്യാൻസർ രോഗികൾ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ചുണ്ടത്ത് നാവിൽ പുണ്ണ് വരും. അത് സമ്മതിച്ചു, കാരണം എൻ്റെ മോൻ അങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയാം. പക്ഷേ അതൊക്കെ വെച്ച് എനിക്ക് രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറുകയും ചെയ്തു രേണുസുതിക്ക്. അങ്ങനെ അത് പെട്ടെന്ന് മാറത്തുമില്ല. മരുന്നുകളിട്ടാൽ മാറുന്നതാണ്, 2 ദിവസത്തിൽ മാറില്ല എന്തായാലും. എന്തോ ആയിക്കോട്ടെ. പക്ഷേ കീമോതെറാപ്പി ചെയ്യുന്ന ആൾ അങ്ങനെ നൂന്നിരിക്കത്തില്ല. ഛർദ്ദിച്ച് കുഴഞ്ഞ് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. 25 റേഡിയേഷനും 17 സൈക്കിൾ കീമോയും എൻ്റെ മോൻ ചെയ്തതാണ്. 17 സൈക്കിളാണ്. അങ്ങനെ വരുമ്പോൾ 1.5 വർഷം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എവിടെ നിന്ന് മനസ്സിലാവാനല്ലേ? അങ്ങനെ ഒരു അസുഖം രേണുസുതിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ രേണുസുതി അങ്ങനെ എങ്ങനെ മനസ്സിലാവാനല്ലേ? സൈക്കിൾ എന്ന് പറയുന്നത് ക്യാൻസർ രോഗിയോട് ചെന്ന് ചോദിക്കണം, അവരുടെ വീടുകളിൽ ചെന്ന് ചോദിക്കണം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന്. കീമോയാണ് കേട്ടോ, ഒരു സൈക്കിൾ കീമോ എന്ന് പറയുന്നത് എന്താണെന്ന് ചെന്ന് ചോദിക്കുക ആരോടെങ്കിലും. അതും കൂടെ അറിഞ്ഞിട്ട് വന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇട്ട് കൊടുക്കാമായിരുന്നു കേട്ടോ. ഇതിപ്പം വ്യക്തമായിട്ട് ഇട്ട് കൊടുത്തത് വെറുതെ ആയിപ്പോയി. കാരണം ഈ കൊലപാതകം ചെയ്തവർ എന്തെങ്കിലും ഒരു പ്രൂഫ് ഇട്ട് കൊടുത്തിട്ട് പോവും, അവരെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ്. അതുപോലെയാണ് ഈ ഒരു പ്രൂഫ് ഇട്ടത്. പെറ്റ് സ്കാൻ വഴിയാണ് തെളിഞ്ഞത്, ഉറപ്പിച്ചത് പെറ്റ് സ്കാൻ വഴി. എന്തൊരു മന്ദബുദ്ധിയാണ്. ബയോപ്സി വഴിയാണ് ക്യാൻസർ എന്ന രോഗം തെളിയിക്കുന്നത്. അതുമൂലം ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ കൺസേൺസോടെയാണ് അതുമായിട്ടാണ് ചെന്ന് നമ്മൾ പെറ്റ് സ്കാൻ എടുക്കുന്നത്. ആ പെറ്റ് സ്കാൻ എടുക്കുന്നത് ക്യാൻസർ തെളിയിക്കുന്നതല്ല, ആ ശരീരത്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എത്രമാത്രം പടർന്നിട്ടുണ്ട് അല്ലെങ്കിൽ വ്യാപരിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു സ്കാനാണ്. അല്ലെങ്കിൽ ശരീരത്തിൽ എത്രമാത്രം അത് വ്യാപരിച്ചു എന്നുള്ളതിൻ്റെ സ്കാൻ എടുക്കുന്നതാണ് പെറ്റ് സ്കാൻ. അല്ലാതെ ക്യാൻസർ എന്നുള്ള അസുഖം തെളിയിക്കുന്നതല്ല പെറ്റ് സ്കാൻ. അതും പോട്ടെ, പെറ്റ് സ്കാൻ എടുത്ത് 1-2 മണിക്കൂറിനകത്ത് റിസൾട്ടും കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അത്രയ്ക്ക് വലിയൊരു ആശുപത്രിയാണോ? ഇത്രയും പെട്ടെന്ന് വലിയൊരു സെലിബ്രിറ്റിയാണോ ചെന്നത് അവിടെ? പെട്ടെന്ന് എല്ലാം കൂടെ റെഡിയാക്കി എഴുതി അങ്ങ് കയ്യിൽ കൊടുക്കാൻ. ഈ പെറ്റ് സ്കാൻ എടുത്ത ഡോക്ടർ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ വലിയ ഉപകാരമായിപ്പോയി. സ്റ്റെബിന തത്തയുടെ വീഡിയോയിൻ്റെ താഴെ വന്ന് മെസ്സേജ് കൊടുത്തില്ലേ, അവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായി പോയി. കാരണം ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഡോക്ടറെ, ഫേക്ക് ഡോക്ടർ എന്ന് വേണം ഇതിനെയൊക്കെ പറയാൻ. തെളിയിക്കുന്ന എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ ആശുപത്രിയുടെ പേരൊന്നും പറഞ്ഞ് നാണം കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, പെറ്റ് സ്കാൻ എടുത്ത് 1-2 ദിവസത്തിൽ റിസൾട്ടൊന്നും കിട്ടത്തില്ല. ഗവൺമെൻറ് ആശുപത്രി ആണെങ്കിൽ ചിലപ്പോൾ, പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ 2 ദിവസത്തിൽ, ചിലപ്പോൾ റിക്വസ്റ്റൊക്കെ ആകുമ്പോൾ 2-3 ദിവസത്തിനകത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ തിരുവനന്തപുരം RCCക്കകത്താണെങ്കിൽ കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും വേണം. 2 ആഴ്ചയിൽ കൂടും എങ്കിലും 2 ആഴ്ചയെങ്കിലും മിനിമം വേണം. ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടറിയാം. ഞാൻ 3 പെറ്റ് സ്കാൻ എടുത്തതാണ്, അതുകൊണ്ട് എനിക്കറിയാം. എന്തായാലും പോട്ടെ. രേണുസുതിയാണ് രംഗത്തിറക്കി ഈ ഒരു സംഭവം വിട്ടതെങ്കിൽ വളരെ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇല്ല, ഞാൻ പറയുന്നില്ല, നിർത്തുകയാണ്. അപ്പോൾ ഇത് ഇനി ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഈ അസുഖം എന്താണെന്ന് അറിയാൻ പാടില്ല രേണു, അറിയില്ല രേണുവിന്. സങ്കടമുണ്ട് രേണു. ഈ ഒരു അസുഖം വെച്ച് കളിക്കാൻ പാടില്ല. രേണുവാണ് ഇത് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുക്കുക രേണു. രേണുവിൻ്റെ പേര് അസുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പബ്ലിക്കിൽ നാറ്റിച്ചെന്ന് പറഞ്ഞ് അവരുടെ പേരിൽ കേസ് കൊടുക്കുക രേണു. രേണു കേസ് കൊടുക്കുമോ ഇല്ലയോ എന്തോ അതും എനിക്കറിയില്ല. പക്ഷേ ഷെബീന ബീബി താത്ത കേസ് കൊടുക്കും, അത് ഉറപ്പാണ്. ആരാണെന്ന് രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഉറപ്പായിട്ട് ഷെബീന ബീബി താത്ത എന്തായാലും കേസ് കൊടുത്തിരിക്കും. അവരെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവുകയും ചെയ്യും. കാരണം ആ ആൾ രംഗത്ത് വരണം, ആരാണ് അയാളെ ഇറക്കിയതെന്ന് അറിയണം, അത്രയേ ഉള്ളൂ. പക്ഷേ വളരെ മോശമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ വേദന അനുഭവിച്ചവളാണ്. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരികയാണ്, കരച്ചിൽ വരികയാണ്. അനുഭവിച്ചവളാണ് ഞാൻ, എൻ്റെ മോൻ കാരണം. എൻ്റെ മോൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഓരോരോ തുടിപ്പും ഓരോരോ വേദനയും. അതിപ്പം ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും കരയിപ്പിക്കല്ലേ രേണു ഇങ്ങനെയൊക്കെ പറഞ്ഞ്. നീ വേറെ ഏതെങ്കിലും രീതിയിൽ വൈറലാക്കിക്കോ, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞ് വൈറലാവാൻ നിൽക്കല്ലേ, വളരെ മോശം. ഓക്കെ, അപ്പോൾ ബൈ.